കടമ പ്രേക്ഷകർ ഏവർക്കും നമസ്കാരം. നവരാത്രിയുടെ 7ാം ദിവസം നവദുർഗയുടെ അംശമായ കാളരാത്രി രൂപത്തിൽ ആരാധിച്ചാൽ ഈ ദേവി എല്ലാവിധ ഭയങ്ങളെയും അകറ്റുന്നു. ഭയപ്പെടുന്ന രൂപത്തിലും കരുണയും ദയയും കാണിക്കുന്ന മാതാവാണ് കാളരാത്രിയമ്മ. രക്തബീജാസുരൻ എന്ന അസുരന്റെ ഓരോ രക്തത്തുള്ളിയും ഭൂമിയിൽ വീഴുമ്പോൾ പുതിയ അസുരന്മാരായി ജനിക്കുമെന്ന് രക്തബീജന് ബ്രഹ്മാവിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനെ മറികടക്കാൻ കാളരാത്രി ദേവി അവന്റെ രക്തം കുടിച്ച് ഒരു തുളി പോലും ഭൂമിയിൽ വീഴാൻ അനുവദിച്ചില്ല. അതിനാൽ അസുരൻ സംഹരിക്കപ്പെട്ടു. ഇനി നമുക്ക് നോക്കാം കാളരാത്രി ദേവിക്ക് എന്തൊക്കെയാണ് നൈവേദ്യമായി വെക്കേണ്ടത് എന്ന്. ഇന്ന് പൂജയ്ക്കായി വെക്കേണ്ടത് റോസ് പൂവ് അല്ലെങ്കിൽ പവിഴമല്ലിപ്പൂവ്. ഇവ ഉപയോഗിച്ച് ദേവിയെ പൂജിക്കാവുന്നതാണ്. പഴം, ഏത് പഴം വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാം. ശർക്കര കൊണ്ട് ഉണ്ടാക്കിയ ഏത് വിഭവം വേണമെങ്കിലും കാളരാത്രി ദേവിക്ക് വെച്ച് നൈവേദ്യം ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ അണിയേണ്ട വസ്ത്രത്തിൻ്റെ നിറം ഓറഞ്ച് കളറാണ്. നവരാത്രിയുടെ 7ാം ദിവസം അംബികയുടെ രൂപത്തിലാണ് നിങ്ങൾ ദർശിക്കുന്നത് എങ്കിൽ സാംബവി ദേവിയെയാണ് ഇന്ന് വഴിപെടേണ്ടത്. നല്ല ജ്ഞാനം കിട്ടുവാനും കല, വിദ്യ ഇവകളിൽ വിജയം നേടുവാനും നമ്മൾ സാംബവി ദേവിയെ പ്രാർത്ഥിക്കാം. സാംബവി ദേവിക്ക് നൈവേദ്യമായി വെക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. നാരങ്ങച്ചോറോ കൊണ്ടക്കടല ചുണ്ടലോ ഈത്തപ്പഴമോ ദേവിക്ക് നൈവേദ്യമായി നമ്മൾ സമർപ്പിക്കാവുന്നതാണ്. ദേവിക്ക് താഴമ്പൂവോ തുമ്പപ്പൂവോ വെച്ച് അർച്ചിക്കാവുന്നതാണ്. ഇന്ന് ഇളം ചുവപ്പ് നിറത്തിലുള്ള, അതായത് പിങ്ക് കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഈ ദിവസം സാംബവി ദേവിയെ ഭക്തിപൂർവ്വം ആരാധിച്ചാൽ എല്ലാ ഭയങ്ങളും ദുഃഖവും തടസ്സങ്ങളും അകറ്റി വിജയം, ജ്ഞാനം, സന്തോഷം എന്നിവ നമുക്ക് കിട്ടും എന്നാണ് വിശ്വാസം. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.